ഇന്നിപ്പോൾ നമ്മൾ രാവിലെ അടുക്കള ജോലിയും എല്ലാം കഴിഞ്ഞ് ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നിലമ്പൂർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ് കേട്ടോ ഉള്ളത്. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. അത് കൂടാതെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, ATM പോകണം, അങ്ങനെ കുറേ ആവശ്യങ്ങളായിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇക്ക ഇല്ല, ഇക്ക നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ നല്ല ഉറക്കം കേട്ടോ. അപ്പോൾ വീട് ഞാൻ പുറത്തോട്ട് പൂട്ടിയിട്ടാണ് പോന്നിട്ടുള്ളത്. നമ്മൾ പോകുന്ന വഴിക്ക് ഒഴിഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത്. അതാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. ഒരു ചതുപ്പ് നിലം പോലെയൊക്കെയാണ്, പക്ഷെ എപ്പോഴും പച്ചപ്പും കുറേ കൊക്കുകളും ഒക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ. സ്നേഹമോൾക്ക് ഇപ്പോൾ എപ്പോഴും അവളെ വീഡിയോ എടുക്കണം, യൂട്യൂബിൽ ഇടണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളാട്ടോ. എപ്പോഴും ഞാൻ ഫോൺ താഴെ വെച്ചാലും എന്നോട് പറയും അമ്മച്ചി വീഡിയോ എടുക്കുമെന്ന്. അങ്ങനെ അവളെ തന്നെ ഷൂട്ട് ചെയ്യാൻ പറയുന്നതാട്ടോ അത്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ അവൾക്ക് എന്തൊക്കെ മേടിച്ചു കൊടുക്കണമെന്നുള്ള ലിസ്റ്റൊക്കെ അവൾ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് അവൾക്ക് ഇന്ന് ഉച്ചക്കത്തേക്ക് ബിരിയാണി മേടിച്ചു കൊടുക്കണം എന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, പോകുന്ന വഴിക്ക് മുതിരി എത്തുന്ന സമയത്തുള്ളൊരു കാഴ്ചയായിട്ടോ ഇത്. അവിടെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ നെൽകൃഷിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രസമാണ്. രണ്ട് സൈഡിലും ഇങ്ങനെ പാടം കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ അതിൻ്റെ വിഷ്വലൊന്നും എടുത്തതാണ്. ഇപ്പോൾ അങ്ങനെ നെൽപ്പാടം എവിടെയും കാണാൻ കിട്ടൂലല്ലോ നമുക്ക്. പിന്നെ നമ്മളിപ്പം പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്നുള്ളത് നമ്മുടെ കാറിൻ്റെ ഒരു ഡോറ് തുറക്കാതായിട്ട് ഇപ്പോൾ 1-2 മാസം കണ്ടായിട്ടോ. ഈ ബാക്കിലെ റൈറ്റ് സൈഡ് ഡോറ് തുറക്കാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നതായിരുന്നു. എപ്പോഴെങ്കിലുമൊക്കെ ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇപ്പോൾ ബാറ്ററിക്കും ചെറിയ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ബാറ്ററി എന്തോ ലൂസാവുക, ഇടയ്ക്ക് സ്റ്റാർട്ട് ആവാതെയൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാട്ടോ കാര്യമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചന്തക്കുന്നുള്ള ഒരു വർക്ക്ഷോപ്പിൽ വന്നതാട്ടോ. നമ്മുടെ ഡോറ് ആദ്യം ഒന്ന് കാണിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. 2-3 ദിവസമായിട്ട് നമുക്ക് മഴ തന്നെ ആയിരുന്നല്ലോ, മഴയും മൂടിക്കെട്ടലും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. പുറത്തിറങ്ങാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് പുറത്തിറങ്ങിയിട്ട് നല്ലോണം കഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര വെയിലായിരുന്നു ഇവിടെ, വെയിലുമായിരുന്നു. പിന്നെ എനിക്ക് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ വെയിൽ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ 2 കയ്യിലും ഒക്കെ ഇങ്ങനെ ചൊറിഞ്ഞു പൊങ്ങും കേട്ടോ. സൂര്യപ്രകാശം തട്ടാനൊക്കത്തില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്ന് ഇനി ചൊറിച്ചിൽ തന്നെ ആയിരിക്കും. നല്ല വെയിലായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ മെക്കാനിക്ക് വന്നിട്ട് പുറകിൽ കയറിയിരുന്നിട്ടാട്ടോ വർക്ക് ചെയ്യുന്നത്. കാരണം ഒരു ഡോറല്ലേ തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി നിന്നിട്ട് മോളെ ഫ്രണ്ടിലെ സീറ്റിൽ എടുത്തിരുത്തി. കാരണം പുറത്ത് നിൽക്കാൻ വയ്യ, നല്ല വെയിലായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കാണാനൊക്കെ ആയിട്ട്. നല്ലൊരു ഏരിയയാണ്, ഇച്ചിരി അകത്തോട്ടായതുകൊണ്ട്. അപ്പോൾ പുള്ളി അവിടെ ഇരുന്ന് വർക്ക് ചെയ്യും കേട്ടോ. നല്ല തെളിഞ്ഞ ആകാശമായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷെ നല്ല വെയിലുമായിരുന്നു, അങ്ങനെ തലയിലൊക്കെ കുത്തി കയറുന്ന പോലത്തെ വെയിലുമായിരുന്നു. അങ്ങനെ അവരതിൻ്റെ പാടമൊക്കെ അഴിച്ചെടുത്തിട്ട് അത് എങ്ങനെയൊക്കെയോ ശരിയാക്കി. അതിൻ്റെ ലോക്ക് പൊട്ടിയതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ലോക്കൊക്കെ മാറ്റിയിട്ടു. അങ്ങനെ അത്രയും പണി നടക്കുന്നിടം വരെ ഞങ്ങളവിടെ പോസ്റ്റായി. എന്തായാലും അത് കഴിഞ്ഞു. ഇനി നമ്മൾ അവിടുന്ന് പോകാനിറങ്ങും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെളിയന്തോട് വരെ പോവുക കേട്ടോ. വെളിയന്തോടൊരു കടയിലാണ് നമ്മളെപ്പോഴും കാണിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങോട്ടാണ് ഇനി അടുത്ത യാത്ര. അത് കഴിഞ്ഞ് ഇതാ നമ്മളിപ്പുറത്ത് ചന്തക്കുന്നല്ല കേട്ടോ. ചന്തക്കുന്നല്ല, ഇവിടുത്തെ എന്താ പറയുക, താഴെ ചന്തക്കുന്ന് എന്താ പറയുക, ഇങ്ങോട്ട് വെളിയന്തോടല്ലേ, വെളിയന്തോട് നമ്മുടെ ബാറ്ററിക്ക് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട് കേട്ടോ. മൊത്തം കംപ്ലൈൻറ്റാണ്. ഇത് ചില സമയത്ത് നമ്മൾ ഓഫാക്കിയിട്ട് എടുക്കുമ്പോൾ സ്റ്റാർട്ടാവത്തില്ല. കടയുടെ പേര് ഓൾ ടൈപ്പ് കാർ സ്കാനിങ്, കാർ AC, അങ്ങനെയൊക്കെ ഒരു കട. ഗിരി ഓട്ടോ ഇലക്ട്രിക്കൽസ്, ഒരു ഗിരീഷ് എന്ന് പറയുന്നൊരു ചേട്ടൻ്റെ കടയാണ്. ഇവിടെ നമ്മളെപ്പോഴും കൊണ്ടുവരുന്ന കേട്ടോ. അപ്പോൾ ഇവിടെ വന്നേക്കുവാണ്. കുഴഞ്ഞു പോകുക. എന്തൊക്കെയാണ് നിനക്ക് വാങ്ങേണ്ടത്? പിന്നെ ഫ്രൂട്ടി, പിന്നെ പൊറോട്ട, പിന്നെ ബിരിയാണി. അവളുടെ ലിസ്റ്റിലുള്ളതാണ് ഇതൊക്കെ കേട്ടോ. ലേച്ച്, പൊറോട്ട, ബിരിയാണി, ഫ്രൂട്ടി, ഇതെല്ലാം അവൾക്ക് മേടിച്ചു കൊടുക്കണമെന്നും പറഞ്ഞിട്ടാണ് ഈ വന്നേക്കുന്നത്. കള്ളത്തരം. അപ്പോൾ അവരത് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വണ്ടിയിൽ പോസ്റ്റാണ്. ഇക്കാണെങ്കിൽ വീട്ടിൽ ഉറങ്ങുകയാണ്, ഇക്ക വന്നിട്ടില്ലെന്ന്. ഞാനും മോളും മാത്രമേ ഉള്ളൂ അല്ലേ? പിച്ചി ഇവിടെ
ഉറങ്ങുന്ന വീട്ടിൽ. പിന്നെ ഇവിടെ എത്ര നേരം പോസ്റ്റാന്ന് അറിയത്തില്ല, എന്തായാലും വെയിറ്റിങ്ങിലാണ്. അങ്ങനെ കാറിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ തീർത്തു കേട്ടോ. കംപ്ലൈൻ്റ് ഒക്കെ തീർത്തിട്ട് നമ്മൾ തിരിച്ചു പോരുവാണ്. തിരിച്ചു പോരുമ്പോൾ നമ്മുടെ ചന്തക്കുന്നിന്ന് കരുളായി റോഡുണ്ടല്ലോ, ആ കരുളായി റോഡിലോട്ട് കയറുന്നതിൻ്റെ അവിടെ കുറച്ച് മുന്നോട്ട് പോന്നാൽ റൈറ്റ് സൈഡിൽ ഒരു തട്ടുകടയുണ്ട്. ഞാൻ എപ്പോഴും ബിരിയാണി വാങ്ങുവാണെങ്കിൽ ഇവിടുന്നേ വാങ്ങാറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വൈറ്റ് ലോഞ്ച് ഉണ്ടല്ലോ, അവിടുന്ന് രണ്ടുമാണ് എനിക്ക് അത്യാവശ്യം നല്ല ബിരിയാണി കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതേ മംഗല ബിരിയാണി, മംഗല നെയ്ച്ചോറ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ നമ്മൾ കയറി. ആദ്യം ഒരു ബിരിയാണി ആയിരുന്നു ഞാൻ പറഞ്ഞത്, പിന്നെ അത് രണ്ടാക്കി. പിന്നെ കുറേ നാളായിട്ട് ബീഫ് കഴിക്കാനൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ബീഫ് കഴിക്കത്തില്ല വീട്ടിൽ. ഞാൻ വല്ലപ്പോഴും ഈ വലിയ പെരുന്നാളിൻ്റെ ഇറച്ചിയൊക്കെ കിട്ടുമല്ലോ, ആ സമയത്ത് മാത്രം ഇത്തിരിയൊക്കെ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബീഫും പൊറോട്ടയും കഴിക്കാനൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ബീഫ് വാങ്ങിച്ചു കേട്ടോ. പക്ഷെ പൊറോട്ട അവിടെ ഉണ്ടായിരുന്നില്ല. എന്തായാലും ബിരിയാണിയുടെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബീഫും 2 ബിരിയാണിയും വാങ്ങിച്ചിട്ട് നമ്മൾ അവിടുന്ന് പോന്നു കേട്ടോ. ഇനി അടുത്ത ലക്ഷ്യം നമ്മുടെ മുക്കട്ടയിലുള്ള ATM ആണ്. അവിടെയാണെങ്കിൽ തിരക്കില്ലാതെ എടുക്കാം. അങ്ങനെ ATM-ലും കയറി ആവശ്യത്തിനുള്ള പൈസ എടുത്തു വെച്ചു. ഞങ്ങൾ ഒത്തിരി പൈസയൊന്നും കൈ വയ്ക്കുന്ന ആൾക്കാരല്ല, ആവശ്യത്തിനുള്ളത് മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ. മീൻസ് 1000-2000 രൂപയും മാത്രമേ എടുത്ത് വെക്കാറുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പിന്നെ ഈ ഗൂഗിൾ പേ, ഫോൺ പേ വഴിയൊക്കെ ചെയ്യും. അങ്ങനെ ATM-ന്ന് തിരിച്ചിറങ്ങി ഇനി വല്ലപ്പുഴയിലുള്ള ഫ്രൂട്ട്സിൻ്റെ വഴിയോര കച്ചവടത്തിലാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ 3-4 അടുത്ത് ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കയറിയിട്ട് കുറച്ച് ആപ്പിളും ഓറഞ്ചും അനാറും കൂടി വാങ്ങിച്ചു. ഇനി പോകുന്ന വഴിക്ക് എന്താ പറയുക, പലചരക്ക് കടയുണ്ടല്ലോ, നമ്മുടെ ഗ്രോസറി ഷോപ്പിലൊന്ന് കയറണം. അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ തന്നെയാണ് കയറുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടാ. ഒരു വിധമായി. എന്തൊരു വെയിലറിയുന്നു, ഭയങ്കര വെയിൽ. ഇതുണ്ടോ, അവളുടെ ഒരു സാധനം കിട്ടി, ഫ്രൂട്ടി. ചിരിക്കല്ലേ. പിന്നെ അവിടുന്ന് ചോറൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. ചോറ് മേടിച്ചു. ഫ്രൂട്ട്സ് കടയിൽ കയറി കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു. പിന്നെ ഇപ്പുറത്ത് എനിക്ക് കുറച്ച് തൈരും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, മോൾക്കുള്ള നൂഡിൽസ്. അങ്ങനെ അതെല്ലാം മേടിച്ചിട്ട് ഇത്രയും സാധനങ്ങൾ മേടിച്ചു. എന്നിട്ട് വീട്ടിൽ വന്നു. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം അല്ലേ. അമ്മച്ചി ഇതെല്ലാം അകത്ത് കൊണ്ടൊക്കെ ഇട്ടിട്ടാ. അയ്യോ, ചാടിയാണോ? താഴെ ചാടി എടുത്ത്. അപ്പോൾ ഇതാ ഇത്രയും സാധനങ്ങൾ കേട്ടോ. അയ്യോ, ബണ്ടൽ. ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. എനിക്കത് നല്ല ഉറക്കോട്ടെ. വന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഡ്രസ്സ് മാറി ഞാനും മോളും കുറച്ച് നേരം അവിടെ കിടന്നു കേട്ടോ. നല്ല വെയിൽ കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വന്നിട്ട് നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന ബിരിയാണിയൊക്കെ കെട്ടഴിച്ച് തട്ടിയിട്ട് കഴിക്കാനുള്ള പരിപാടിയാണ്. മോളെ കഴിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് വന്ന് കൈ കഴുകാൻ വേണ്ടി പറഞ്ഞപ്പോൾ പറയുക, കൈ കഴുകാൻ വയ്യ, അമ്മച്ചി കോരി തന്നാൽ മതി. ഇവളിപ്പോഴും ഇങ്ങനെ കേട്ടോ. ഈ 4 വയസ്സായിട്ടും ഞാൻ വാരിക്കൊടുത്ത് വായി വെച്ച് കൊടുത്താൽ മാത്രമേ കഴിക്കുകയുള്ളൂ. വല്ലപ്പോഴും മാത്രമേ ഒറ്റക്ക് കഴിക്കുകയുള്ളൂ. ഇവൾ കഴിക്കാൻ അറിയാഞ്ഞിട്ടല്ല, അമ്മച്ചി വാരി കൊടുക്കണം എന്നുള്ളൊരു നിർബന്ധമാണ്. അപ്പോൾ ഈ ഒരു ബിരിയാണി മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഒരു ബിരിയാണി തന്നെ അത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എനിക്ക് ആൾക്കും കൂടി കഴിക്കാൻ തന്നെ നല്ലോണം ഉണ്ട്. എന്നിട്ടോ ഇനി ഇച്ചിരി റൈസ് ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ ആ കവറിൽ തന്നെ. അത് മാത്രമല്ല 100 രൂപ ഈ ബിരിയാണിക്കുള്ളേ. എല്ലാ കടയിൽ നിന്നും മേടിക്കുമ്പോൾ 120, 140. ഇച്ചിരി നല്ല റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിച്ചാൽ എന്തായാലും 140 കൊടുക്കണം. അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് 100 രൂപയ്ക്ക് നല്ല വർത്തായിട്ടുള്ള ബിരിയാണി കേട്ടോ. സലാഡും അച്ചാറും എല്ലാം ഉണ്ട്. പിന്നെ ബീറ്റ്റൂട്ടിൻ്റെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു, ഞാനതൊന്നും എടുത്തില്ല, എല്ലാം മാറ്റി വെച്ചു. ഈ കാക്ക കൊടുത്തേക്കെല്ലാം കഴിച്ചോളും. അങ്ങനെ ഞാൻ നമ്മുടെ ഈ കുക്കുംബറും ഇതൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, വിനാഗിരിയിലിടുന്നത്, അത് മാത്രമേ എടുത്തുള്ളൂ. ഈ ബിരിയാണി ശരിക്കും നല്ല ചോറായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. ബീഫാണെങ്കിലും അതേ ഒക്കെ നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് ചോറൊക്കെ കഴിച്ചു. ഈ ഒരു സമയത്ത് ഇക്ക നല്ല ഉറക്കം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓൺ വോയിസ് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എഡിറ്റ് ചെയ്യാൻ സമയത്ത് ശ്രദ്ധിച്ചപ്പോഴാട്ടോ അവൾ ഫോൺ കാണുന്നതിൻ്റെ സൗണ്ട് മൊത്തം അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതാണ് വോയിസ് ഓവർ കൊടുത്തത്.
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. പിന്നെ വർക്ക് ഏരിയ ക്ലീൻ ആക്കാതെ കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. വർക്ക് ഏരിയ ക്ലീൻ ആക്കുകയെന്ന് പറഞ്ഞാൽ പാതകമൊന്നും ശരിക്ക് തുടച്ച് ഇതാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് പോകാനുള്ള തിരക്കിൽ എല്ലാം അവിടെ ഇട്ടിട്ട് പോയേക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം ഞങ്ങൾ ചോറ് കഴിച്ചതിൻ്റെ പാത്രമൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ അതെല്ലാം കഴുകിയിട്ട് അവിടെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ള റൂമൊക്കെ അടിച്ച് തുടച്ച് എല്ലാം കറക്റ്റാക്കിയിട്ട് കേട്ടോ പോയത്. പിന്നെ അലക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അലക്കി ഇന്ന് അത്യാവശ്യം വെയിലുള്ളതുകൊണ്ട് രാവിലെ തന്നെ അലക്കി തുണിയൊക്കെ അഴയിലിട്ടിട്ടാണ് പോയത്. അപ്പോൾ ഈ ഒരു പണി മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്ത് ക്ലീനാക്കി പാത്രങ്ങളെല്ലാം കൊണ്ടുപോയി നമ്മുടെ പാത്രങ്ങൾ വെക്കുന്ന സ്റ്റാൻഡിൽ വെച്ചു. അങ്ങനെ എല്ലാ പണിയും പെട്ടെന്ന് തന്നെ തീർത്തെടുത്തു കേട്ടോ. എന്നിട്ട് ഞാനും നേഹമോളും കൂടി ഇന്ന് നന്നായിട്ടൊന്ന് കിടന്നു. ഉറങ്ങത്തൊന്നുമില്ല കേട്ടോ, പകൽ ഞാൻ അങ്ങനെ കിടന്ന് ഉറങ്ങത്തില്ല. പക്ഷേ ഇന്ന് നന്നായിട്ടൊന്ന് കിടന്നു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.